ഇന്ന് ഞായറാഴ്ച സെപ്റ്റംബർ മാസം 1, 2024. ഞായറാഴ്ച ആയതിനാൽ വെറുതെ ഒരു യാത്ര. പത്തനംതിട്ടയിൽ നിന്നും വെറും 32 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ലാഹ എന്ന സ്ഥലത്തേക്കായിരുന്നു. തെങ്ങുംകാവ് അനു കല്യാണിയും കല്യാണിയുടെ മകനും തെങ്ങുംകാവ് രഞ്ജിത്തും ഒക്കെ ആയിട്ടാണ് യാത്രയ്ക്ക് പുറപ്പെട്ടത്. ലാഹ വളരെ സുന്ദരമായ സ്ഥലമാണ്. ലാഹയ്ക്ക് പോകുന്നത് പത്തനംതിട്ടയിൽ നിന്നും മണ്ണാറക്കുളഞ്ഞി, വടശ്ശേരിക്കര, പെരുന്നാട് കഴിഞ്ഞാൽ പിന്നെ ലാഹ കയറ്റമാണ്. ഇരു സൈഡിലും റോഡിൻ്റെ ഇരു സൈഡിലും ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ആണ്. ഇപ്പോൾ റബ്ബറൊക്കെ വെട്ടി വിശാലമായ മുട്ടക്കുന്നുകളായിട്ട് കിടക്കുന്നു. ലാഹ വരെ മാത്രമേ ജനവാസമുള്ളൂ. അത് കഴിഞ്ഞ് അയ്യപ്പൻ്റെ പൂങ്കാവനമാണ്, കാനനമാണ്, വനമാണ്. നല്ല സുന്ദരമായ സ്ഥലം. വനത്തിലൂടെ വളരെയേറെ ദൂരം യാത്ര ചെയ്യുന്നതും വളരെ രസകരമാണ്. അധികം ദൂരം പോകാതെ പ്രകൃതി രമണീയമായ സ്ഥലവും കാനഭംഗിയും ഒക്കെ നമുക്ക് ആസ്വദിക്കാം. ഇന്ന് ഞായറാഴ്ച വീട്ടിൽ നിന്ന് ഒരു ചെറിയ ചൊറിച്ചിൽ തോന്നി. ചുമ്മാ ഒരു യാത്ര. നമ്മുടെ സാരഥി എന്നറിയപ്പെടുന്ന രഞ്ജിത്ത്, അവനെയും കൂട്ടി പോകുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ അനു കല്യാണിയുടെ ഭാര്യ വീട്ടിൽ. അനു കല്യാണി ഈ പൈൽസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ ഇന്ന് റെസ്റ്റ് ചെയ്യുക, നാളെ ഇങ്ങ് പോരും. അവന് മൂലക്കുരുവിൻ്റെ അസുഖം, അർശസിൻ്റെ അസുഖം. അതിന് അർശസിൻ്റെ അസുഖം അവനെ അർശസിൻ്റെ അസുഖം. അവനെ കാണാൻ പോവാ, രോഗിയെ കാണാൻ പോവാ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലാഹെ പോകണം, ഇല്ലയോ? ലാഹെ പോകണം. അങ്ങനെ അതാണ് ഇന്നത്തെ യാത്ര. ഞങ്ങൾ ലാഹ കയറ്റം കയറുകയാണ്. ഇതിനകത്ത് നമ്മുടെ കല്യാണിയുണ്ട്. അവര് കല്യാണിയുണ്ട്. അർശസിൻ്റെ മൂലക്കുരുവിൻ്റെ പൈൽസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുക. ഇപ്പം ചന്തി കൊണ്ട് തൂരാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. ചരിഞ്ഞിരിക്കുന്നുണ്ടോ? ചന്തി കുത്തിയിരിക്കാൻ പറ്റത്തില്ല. പൈൽസിൻ്റെ അസുഖം. അത് ആമ്പടിച്ചോനെ ഡോക്ടർമാർ കുനിച്ച് നിർത്തിയ പിന്നെ സർജറി നടത്തി. കുറെ ഞാൻ കണ്ടു ചെങ്കളഞ്ഞു. വെളിയോട്ട് തള്ളി ഒരു 5-6 ഇതുണ്ട്. ആ പീസെല്ലാം തള്ളി കണ്ടു ചെങ്കളഞ്ഞു. ഇനിയിപ്പം തൂറാൻ ചന്തിയില്ല. ഇവന്റെ ഒരു കാര്യം. ഞാനും കല്യാണി ചേട്ടനും നമ്മുടെ രഞ്ജിത്ത് ചേട്ടനും ഈ ചേട്ടനും ഞങ്ങളെല്ലാം കൂടെ ഇപ്പോൾ ഇവിടെ ലാഹ ഇംഗ്ലീഷ് ഞാൻ പറയുന്നത് ലഹയിൽ കയറ്റത്തിന് നിൽക്കുകയാണ്. ഈ കയറ്റത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ സൈക്കിൾ ചവിട്ടി കയറ്റിയ കയറ്റമാണ്. നടന്നും സൈക്കിൾ ചവിട്ടിയും ഒക്കെ പോയിട്ടുള്ള കയറ്റമാണ്. ഇവിടെയൊക്കെ എനിക്കിതിൻ്റെ ഓരോ വളവും തിരിവും എനിക്കറിയാം. അങ്ങനെയാണ് ലാഹ കയറ്റം. പണ്ട് ഇവിടെയൊക്കെ ഭയങ്കര റബ്ബറായിരുന്നു. റബ്ബറാകുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇനി റബ്ബർ വരും. ഉണ്ട് കേട്ടോ. ഇപ്പൊ നല്ല കണ്ടോ. ഇതെല്ലാം ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഒക്കെ റബ്ബറാണ്. 999 വർഷത്തെ ലീസിനെടുത്ത സാധനം. ഇതൊക്കെ ആ വയനാട്ടിലെ അവർ ജീവിച്ചു കൊടുത്തായിരുന്നു. ഇതൊക്കെ എന്തുവാ സ്വകാര്യ വ്യക്തികളെയാ? ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ അവര് ബോയങ്കേട് 10,000 ലക്ഷക്കണക്കിന് ഏക്കർ കിടക്കൂല്ലേ. കൃഷിയാ. ഇനി ഇത് വരുമോ? അതുകൊണ്ട് റബ്ബർ വെച്ചേക്കണം. ശരിയാണല്ലോ. വേറെ റബ്ബർ അല്ലേ? റബ്ബറൊക്കെ സായാഹ്നം ഇവിടെ വളരെ സുന്ദരമാണ്. ഞാൻ പലപ്പോഴും ഈ കുട്ടിക്കാനം പരുത്തിപ്പാറയൊക്കെ പോയിരിക്കും. പക്ഷെ അതിന് അത്രത്തോളം സുന്ദരമാണ്. ഒരു ഇളം കാറ്റുണ്ട്, മേഘങ്ങളുണ്ട്, അരുവി ആണോ? അരുവി സൂം ചെയ്തെടുത്ത്. കാട്ടരുവി
അവിടെ പോകാൻ പറ്റുമായിരിക്കും. അത് ഇല്ല ചാടി ഇറങ്ങിയപ്പാ ഓണമെങ്കിൽ നമ്മള് പോവും. പോണെങ്കിൽ ഞങ്ങൾ പോകും. എൻ്റെ ചന്തിയത്തോട് അയ്യോ വേദനയുണ്ടോ? കുണ്ടിയിൽ ഗുണ്ടിருக்கு. വേദനയുണ്ട് വേദന. പാവം പാവം. ഏത് ഹോസ്പിറ്റലായിരുന്നു? ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പത്തനംതിട്ട ജനറൽ ആശുപത്രി. യൂണിവേഴ്സിറ്റി അവിടെ ചെന്നാൽ എങ്ങനെ അറിയാം? ഡോക്ടർ പറഞ്ഞു കുളിക്കളാറ് കത്തിയിട്ട് കണ്ടിച്ചത് ഇങ്ങനെ കുത്തിക്കെട്ടി കിട്ടും. നമ്മളെ ജനറൽ ആശുപത്രിയൊക്കെ അങ്ങനെ പറ്റൂ. സത്യം പറയുക രഞ്ജിത്ത് കൊടുത്ത പോലെ ഞാൻ പീഡനത്തിന് പരാതിയെ കൊടുക്കാൻ കുരിച്ചു നിർത്തിയെന്ന് പറഞ്ഞു. അല്ല വേറെ വേറെ ഇവനിപ്പം ഏത് ബിസിനസ്സും ചെയ്യാം. നല്ല പൈപ്പമായി കുണ്ടി ബിസിനസ്. പൊട്ടറായി. ആ ചാച്ചി പൊട്ടറായി. ആ നമുക്ക് കറക്റ്റ് അറിയാം. ചാച്ചി പൊട്ടറായി. പൊട്ടൻ ചാച്ചി പൊട്ടനാ. പിള്ളേരെയൊക്കെ ഞങ്ങളെ കളത്തിൽ ഇറക്കിക്കൊണ്ടിരിക്കുക. നിന്റെ ചെവി ഞാൻ പിടിച്ച് പൊട്ടിക്കട്ടെ. വക്കീലിന്റെ ചെവിക്ക് പിടിക്കും. നിന്റെ ചേട്ടനുണ്ട്. നിന്റെ ചേട്ടൻ അറിയാവനെ അറിയാം. അവിടെ പേര് അമ്പുചേട്ടൻ. എൻ്റെ അടുത്ത ആളാ. അവനെ കൂടെ നിന്നെ അടുപ്പിക്കും. അമ്പുചേട്ടൻ പഠിക്കും. അവനെ എപ്പോഴാ കൊണ്ടുവരും. നിന്നെ എന്നിട്ട് അടുപ്പിക്കാൻ അടുപ്പിക്കാൻ അമ്പാനെ അതിനെയാ. ആ അവനെ എന്നുള്ളൂ. ഞാൻ അടുത്ത ദിവസം അവൻ്റെ അടുത്ത് പോണം. ഇവനെ അടുപ്പിക്കണം. ശ്രദ്ധിക്കേ. നീ നിന്റെ അന്തം കൂടെ ഇറങ്ങി നടന്നു വന്നോളാം. എന്നെ ചിത്രം പിടിച്ച് ഒരിക്കലും എന്റെ വണ്ടി എന്റെ വണ്ടിയാൽ ഇനി ഇവന്മാരെ കയറ്റുന്ന പരിപാടിയില്ല. ഇവന്മാരെ രണ്ടുപേരെ നടത്തി വിടാം. അപ്പനും പോലോടെ നടന്നു വരട്ടെ. അപ്പനത്ത് പോയി നടന്നു വരട്ടെ. ആണ് വേണം പട്ടികളെ. കൊള്ളാമല്ലടാ. പറയടാ. ആ നിന്നെ ഞാനോ നിന്നെ. ആ നീ ഇറങ്ങണ ചുഴയുണ്ട്. താഴെ ഇറങ്ങണം. എന്തായാലും ഞങ്ങളെയൊക്കെ കണ്ടുപിടിച്ച് നാട്ടുകാരെ മൊത്തം അടിക്കുമോ? താഴെ ഒരു കാര്യം ചെയ്യുമ്പോൾ നടന്നു വരട്ടെ. നമുക്ക് വണ്ടിക്കേക്കും. അതെ ഇവനെ നടത്തില്ല. എടാ നിനക്ക് അച്ഛനോടാണോ സ്നേഹം അമ്മയോടാണോ? എടാ അമ്മയോട് എത്ര സ്നേഹമുണ്ട്? അച്ഛനോടോ? അച്ഛനോട് ഇച്ചിരി. എന്താ? ആ എനിക്കറിയാം. അമ്മയോട് 2 സ്നേഹം, അച്ചാച്ചിയോട് 3 ആ അങ്ങോട്ട് ചെല്ലുമ്പം അച്ഛനോട് ഒരു സ്നേഹമില്ല. അവിടെ ചെന്ന് കഴിയുമ്പോട്ടല്ലോ അമ്മയോടെ സ്നേഹം. അച്ഛനോട് പറഞ്ഞോട് മിണ്ടി പോലെ പിന്നെ ചുമ്മാ വളർത്തുവാ. ചുമ്മാ കട്ടി ഇപ്പോൾ ലാഹ വനത്തിലൂടെ പോയാണ് ശബരിമല പൂങ്കാവനത്തിൽ കയറി. സിംഗപ്പുലി കണ്ട സിംഗപ്പുലി കണ്ട പുറകിൽ 2 വൃത്തിയിട്ടന്മാരിപ്പുണ്ട്. നമ്മുടെ കല്യാണിന്റെ മകൻ അവനെ കാണത്തില്ല. വൃത്തിയിട്ട വെട്ടമുണ്ട് എന്നെ കാണത്തില്ല. പിന്നെ ഇനി ഇരുട്ടത്ത് ഛർദിക്കണമെന്ന്.
ഞങ്ങളിപ്പം ലാഹ കഴിഞ്ഞ് ഇവിടെ വനത്തിലേക്ക് കയറുക. അതിന് മുമ്പ് ഇവിടെ നമ്മുടെ ആദിവാസി സെറ്റിൽമെൻ്റ് ഒക്കെ ഉണ്ട്. രണ്ട് പരമാനകർ സംസാരിക്കുന്നത് ഇവന്റെ വിത്ത ഇവനെ കാട്ടിനകത്തോട്ട് എടുത്തതാ. എടുത്തിട്ടെ ഇങ്ങോട്ട് എടുത്താൽ പോ. കാട്ടിനകത്ത് എടുത്തിട്ടെ. ചീവീടിന്റെ ശബ്ദമൊക്കെ കേട്ടല്ലോ. പാമ്പ് 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 വെടിപ്പെടാ. വേറെ 39 കിലോമീറ്റർ ശബരിമല. അയ്യപ്പന്റെ പൂങ്കാവനമാണ്. നല്ല മഞ്ഞ്. ഒരു വണ്ടി വരത്തില്ല. നീ വണ്ടി വരത്തില്ല. കുഞ്ഞിനെ ഇറക്കണ്ടേ. ഇവിടെ ആനയും കീനയൊക്കെ ഉള്ള സ്ഥലമാണ്. നീ ഇവിടെ കുഞ്ഞിനെ ഇറക്കണ്ടേ. കല്യാണിയും ഞാനും. ഞാൻ രഞ്ജിത്തല്ല, അവനും രഞ്ജിത്തല്ല, സംവിധായകൻ രഞ്ജിത്ത്. എനിക്ക് ചന്തിക്കൊരു ഓപ്പറേഷൻ ചെയ്തെന്നുള്ളേ ഉള്ളൂ. ചന്തിക്കൊരു ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. വേണമെങ്കിൽ രഞ്ജിത്താവാം. രഞ്ജിത്ത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇന്ന് രക്ഷപ്പെട്ടു. അല്ലെന്നുണ്ടെങ്കിൽ എരയായാലും. ചന്തിക്ക് എന്ന് കാണിച്ചേ. ഓപ്പറേഷൻ കാണിക്കാൻ പറ്റുമോ? ഓപ്പറേഷൻ കാണിക്കാൻ പറ്റത്തില്ല. ചന്തിക്ക് ഓപ്പറേഷൻ ആയിരുന്നു. ഞങ്ങള് ഇപ്പം കാനനത്തിലാണ്. കാനനം. ഞാൻ രഞ്ജിത്ത്, കല്യാണിയുടെ മകൻ, ഇളയ മകൻ. ഞങ്ങളെല്ലാം ഈ കൊടും കാനനത്തിൽ നീണ്ടിരിക്കുകയാണ്. പൊളിച്ചു. വെള്ളവരെ നടക്കി പിടിച്ചാൽ കണ്ടോ? നല്ല മഞ്ഞ്. അയ്യപ്പന്റെ കാനനമാണ്. അയ്യപ്പന്റെ പൂങ്കാവനം. പൂങ്കാവനം.